നമസ്കാരം. എംഹാറ്റ് മെൻ്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് എന്ന സന്നദ്ധ പ്രസ്ഥാനം പുത്തമ്പേലിക്കരയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് 2 വർഷക്കാലമായി. അന്നു മുതൽ ഞാനതിൻ്റെ വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എംഹാറ്റിൻ്റെ സ്ഥാപകനും ക്ലിനിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ മനേജ് കുമാർ 2008 എംഹാറ്റ് കോഴിക്കോട് സ്ഥാപിച്ചത്. അദ്ദേഹം 7-ാം തീയതി എറണാകുളത്ത് കാക്കനാട് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ പുത്തമ്പേലിക്കരയുള്ള എംഹാറ്റിലെ ഈ വളണ്ടിയേഴ്സ് എല്ലാവരും അവിടെ അദ്ദേഹത്തെ കാണാൻ പോയി. ഞാനും അവരുടെ കൂടെ അദ്ദേഹത്തെ കാണണമെന്ന് വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ മനുഷ്യനെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നി എനിക്ക്. കേരളത്തിൽ മിക്ക ജില്ലകളിലും എംഹാറ്റ് ക്ലിനിക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടതും മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടതുമായ ആളുകൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സയും മരുന്നും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രീ ആയി മരുന്ന് കൊടുക്കുന്ന ആ ഡോക്ടറെ അല്ലെങ്കിൽ ആ ഡയറക്ടറെ ഒന്ന് കാണണം എന്ന് തോന്നി, കണ്ടു. അതുപോലെ തന്നെ പുത്തമ്പേലിക്കരയിലെ ക്ലിനിക്കിലെ വാടക ഈ എംഹാറ്റിനാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ രോഗികൾക്ക്, നമ്മുടെ നാട്ടിലെ മാനസിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ജാതി നോക്കിയിട്ടോ പാർട്ടി നോക്കിയിട്ടോ അല്ലെങ്കിൽ പൈസ നോക്കിയിട്ടൊന്നുമല്ല ചികിത്സിക്കുന്നത്. അവർ ഫ്രീ ആയിട്ടാണ് നമ്മുടെ നാട്ടുകാരെല്ല ഈ കേരളത്തിലെല്ലാവരെയും ചികിത്സിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ക്ലിനിക്കിൻ്റെ വാടക എംഹാറ്റാണ് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര മോശം തോന്നി നമ്മൾ അവരെ കൊണ്ട് വഹിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി അവിടെ നിന്ന് വന്ന ഡോക്ടറും അതിന് ഷെയർ ചെയ്യണം വാടക. നമ്മുടെ നാട്ടിൽ ഇത്രയും സഭകളുണ്ട്, പല സഭകളുണ്ട്, പല പാർട്ടിക്കാരുണ്ട്, നമ്മുടെ പഞ്ചായത്തുണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഈ സ്ഥാപനം ഒന്ന് ഇവിടെ നിലനിർത്താനായിട്ട് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഈ സ്ഥാപനം നമുക്കിവിടെ നിലനിർത്തണം. ഞാൻ പുത്തമ്പള്ളിക്കാരോടാണ് കൂടുതലും പറയാൻ ഉദ്ദേശിച്ചത്. വേറെ ആരും ഇടുമല്ല. നമ്മുടെ പുത്തമ്പള്ളിക്കൽ ഇത് നിലനിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഇതുപോലൊരു ചികിത്സ ചെയ്യുന്ന ഒരു സ്ഥാപനം എംഹാറ്റ് ഇപ്പോൾ എളന്തിക്കരയിലാണ്. അതിൻ്റെ വാടക എംഹാറ്റാണ് കൊടുക്കുന്നത്. എനിക്കത് മാറ്റി അത് നമ്മൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നമ്മുടെ നാട്ടുകാരോട്.